പ്രൊജക്ടൈൽ ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് മാത്രം വിധേയമായി മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുന്നു. പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആകുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി Vy അത് 0 ആകുമ്പോൾ ആണ് മാക്സിമം ഹൈറ്റ് റീച്ച് ചെയ്യുന്നത്. അപ്പോൾ അന്നേരത്തേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ മാക്സിമം ഹൈറ്റ്. വെർട്ടിക്കലി ഉള്ള ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u sin θ ആണ്. ഇവിടുത്തെ ആക്സിലറേഷൻ a എന്ന് പറയുന്നത് -g ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഇക്വേഷനായ v² - u² = 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ v² സ്ഥാനത്ത് 0 വരുന്നു, മൈനസ് u എന്ന് പറഞ്ഞാൽ u sin θ ആണ്. അപ്പം അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ u² sin² θ = 2 × എയുടെ സ്ഥാനത്ത് -g, എസിൻ്റെ സ്ഥാനത്ത് h. ഒരുപാട് നമുക്ക് h കണ്ടുപിടിച്ചാൽ h മൈനസ് കട്ടായി പോകുന്നു, u² sin² θ/2g എന്നിട്ട്. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സെയിം ഹൊറിസോണ്ടൽ ലെവൽ വരെ എത്തുന്ന സമയത്തെയാണ് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ എത്തുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് s = 0 ആകുന്നു. അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി uy = u sin θ ആണല്ലോ. ഇവിടെ ഇതിന് ലഭിക്കുന്ന ആക്സിലറേഷൻ a = -g ആണ്. ഇത്രയും സമയത്തെയാണ് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് s = ut + ½ at² എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ s 0 ആകുന്നു, u sin θ × t ക്യാപിറ്റൽ T മൈനസ് ½ × g, മൈനസ് ആയതുകൊണ്ട് -12 gt². ഇവിടെ -12 gt²നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ +12 gt² = u sin θ × t എന്ന് ലഭിക്കുന്നു. ഒരു t കട്ടായി പോകുമ്പോൾ ക്യാപിറ്റൽ T = 2 × u sin θ/g എന്ന് ലഭിക്കുന്നു. ഇതാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ T. ഒരു പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാം. ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടലി എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് മാറിയാണ് അത് ചെന്ന് വീഴുന്നത്, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് അതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് അതിൻ്റെ ഹൊറിസോണ്ടൽ മോഷൻ യൂണിഫോം ആയിരിക്കും. u cos θ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ കോൺസ്റ്റൻ്റ് വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി. അതായത് u cos θ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതായത് 2u sin θ/g. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ u × u² ആകുന്നു. sin θ 2 sin θ cos θ sin 2θ ആകുന്നു. u × u² 2 sin θ cos θ sin 2θ/g. ഇതാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച്. ഒരു പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. ഒരു പ്രൊജക്ടൈലിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് r എന്ന് പറയുന്നത് u² sin 2θ/g ആണല്ലോ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകണമെങ്കിൽ sin 2θ1ൻ്റെ വാല്യൂ 1 ആയിട്ട് മാറണം. sin 2θയുടെ വാല്യൂ 1 ആകണമെങ്കിൽ sin 2θ = 1 വരണമെങ്കിൽ 2θ 90 ആയിരിക്കണം. sin 90ക്കാണ് വാല്യൂ 1 ആവുന്നത്. അങ്ങനെയാണെങ്കിൽ θ = 90/2 45 ഡിഗ്രി. അപ്പോൾ ഈ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ടൈലിനാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ലഭിക്കുന്നത്. ലഭിക്കുന്ന മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് Rmax = sin 2θ 1 ആകുമ്പോൾ u²/g എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു പ്രൊജക്ടൈലിന് ലഭിക്കാവുന്ന മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് ദി പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് x ഡയറക്ഷനിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി u cos θ,
വൈ ഡയറക്ഷനിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ. ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. എക്സ് ഡയറക്ഷനിൽ യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി യു കോസ് തീറ്റ ഇൻറ്റു ടൈം ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ടൈം കണ്ടുപിടിക്കുക. ടൈം കണ്ടുപിടിക്കുമ്പോൾ എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കിട്ടുന്നു. ഇതിന് ഇക്വേഷൻ നമ്പർ 1. ഇനി അതേപോലെ തന്നെ നമുക്ക് വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. വൈ ഡയറക്ഷനിൽ ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു യു ടി, വൈ ഡയറക്ഷനിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ ഇൻറ്റു ടി യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് ജി നെഗറ്റീവ് ആകുന്നതുകൊണ്ട് ഇത് മൈനസ് ആകും, ഹാഫ് ജി ടി സ്ക്വയർ. ഇവിടെ ഈ ടിക്ക് പകരം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ y ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ, എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ യു കട്ടായി പോന്നു, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത് ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ പരിശോധിക്കുവാണെങ്കിൽ y ഈസ് ഈക്വൽ ടു ബി എക്സ് മൈനസ് സി എക്സ് സ്ക്വയർ എന്ന ഫോമിലാണ്. ഇത് ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. അതുകൊണ്ട് പ്രൊജക്ടൈലിൻ്റെ പാത്ത് എല്ലായ്പ്പോഴും ഒരു പരാബോള ആയിരിക്കും.